ഉപയോക്താക്കളെ കബളിപ്പിച്ചാൽ 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും. ഡാർക്ക് പാറ്റേണുകൾക്ക് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജോബിത അഭിലാഷ്. ഫിനാൻഷ്യൽ ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് തുക ഈടാക്കാറുണ്ടോ? OTT പ്ലാറ്റ്ഫോമിലെ സൗജന്യ ട്രയൽ ഉപയോഗിക്കാൻ പേയ്മെന്റ് വിവരങ്ങൾ ചോദിക്കാറുണ്ടോ? ഇത്തരക്കാർക്ക് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ. ഉപയോക്താക്കളെ കബളിപ്പിച്ചാൽ 10 ലക്ഷം രൂപ വരെയാണ് ഇനി പിഴ ഈടാക്കുക. ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഡാർക്ക് പാറ്റേൺ തട്ടിപ്പിന് അറുതി വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഉപയോക്താക്കൾ ആവശ്യപ്പെടാത്ത സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാനെന്ന മട്ടിൽ നമ്മൾ ആവശ്യപ്പെടാതെ ട്രാവൽ ഇൻഷുറൻസ് തുക കൂടി ഈടാക്കുക, OTT പ്ലാറ്റ്ഫോമിലെ സൗജന്യ ട്രയൽ ഉപയോഗിക്കാൻ പേയ്മെന്റ് വിവരങ്ങൾ ചോദിക്കുക തുടങ്ങി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന വിവിധ തരം ഡാർക്ക് പാറ്റേണുകൾ വിലക്കി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അന്തിമ വിജ്ഞാപനമിറക്കി. നവംബർ 30 മുതൽ ഈ വിലക്ക് പ്രാബല്യത്തിൽ വന്നു. ചട്ടം ലംഘിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് 2019 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം. ഡാർക്ക് പാറ്റേണുകൾ എന്താണെന്ന് നോക്കാം. ഓൺലൈനിൽ കൂടുതൽ വിൽപ്പനകളും സബ്സ്ക്രിപ്ഷനും നേടുന്നതിനായി ഡിസൈനർമാരും ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോക്താക്കളെ അവരുടെ തട്ടിപ്പിലേക്ക് വലയിട്ട് വീഴ്ത്തുന്നതിനെയാണ് ഡാർക്ക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. എന്തിനും ഏതിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അതിപ്പോൾ ഒരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും പർച്ചേസിംഗിനാണെങ്കിലും വിവരസമ്പാദനത്തിനായാലും ഓൺലൈനുകളാണ് നമ്മുടെ ആശ്രയം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാം. സിനിമയും പാട്ടുമെല്ലാം ആസ്വദിക്കാം. തിക്കും തിരക്കും ബഹളവുമില്ലാതെ ഇതെല്ലാം ചെയ്യാം എന്നതാണ് ആളുകളെ ഓൺലൈൻ സൈറ്റുകളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പണം പോകുന്ന വഴി അറിയില്ല. നാം വാങ്ങാത്ത സാധനത്തിനോ ചാരിറ്റിയുടെ പേരിലോ ഒക്കെ നാം അറിയാതെ പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. അത്രയധികമാണ് ഇ-കൊമേഴ്സ് സൈറ്റുകളിലെ ചതിക്കുഴികൾ. അതിന് തടയിടാൻ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനമിറക്കിയത്. ചട്ടം ലംഘിക്കപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും പിഴ ചുമത്തുക. ഏകദേശം 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയിരിക്കും നിയമലംഘനത്തിന് പിഴ ഈടാക്കുക. ഡാർക്ക് പാറ്റേണുകൾ ഉപയോക്താക്കളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വളർന്നുവരുന്ന ഡിജിറ്റൽ സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് രംഗത്ത് കൂടുതൽ ഡാർക്ക് പാറ്റേണുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നിരവധി ആളുകളാണ് ഡാർക്ക് പാറ്റേൺ തട്ടിപ്പിനിരയായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉപഭോക്തൃകാര്യ സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് പറഞ്ഞു. ഉപയോക്താക്കൾ ഒരിക്കലും ചെയ്യാൻ ഉദ്ദേശിക്കാത്തതോ ആഗ്രഹിക്കാത്തതോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചോ കബളിപ്പിച്ചോ പ്രേരിപ്പിക്കുന്ന വിധമായിരിക്കും ഇത്തരം ഡാർക്ക് പാറ്റേണുകളുടെ രൂപകൽപ്പന. ഉപയോക്താക്കളുടെ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കുകയെന്നത് ഏറെ സങ്കീർണമാക്കാനും അതിലെ ക്യാൻസലേഷൻ ഓപ്ഷൻ മറച്ചുവെക്കാനും ഇത്തരം ഡാർക്ക് പാറ്റേണുകൾക്ക് സാധിക്കും. ഡാർക്ക് പാറ്റേൺ എന്നാൽ സൈബർ തട്ടിപ്പ് തന്നെയാണ്. ഇവയിൽ ചിലതിലെങ്കിലും നമ്മളും പെട്ടിട്ടുണ്ടാകാം, പണം നഷ്ടപ്പെട്ടിട്ടുമുണ്ടാകാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. തുടർച്ചയായ ഇടവേളകളിൽ റെക്കറിംഗ് പേയ്മെന്റ് വഴി പണം ഈടാക്കുക, സിനിമ ബുക്ക് ചെയ്യുമ്പോൾ ചാരിറ്റി എന്ന പേരിൽ തുക ഉൾപ്പെടുത്തുക, ആവശ്യപ്പെടാത്ത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഓൺലൈൻ കാർട്ടിൽ ചേർക്കുക, സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കുക, ദുഷ്കരവും സങ്കീർണവുമാക്കുക, ക്യാൻസലേഷൻ ഓപ്ഷൻ മറച്ചുവെക്കുക, ആധാർ കാർഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ അനാവശ്യമായി ശേഖരിക്കുക, നിശ്ചിത ആപ്പ് എടുത്താൽ മാത്രമേ സേവനം നൽകൂ എന്ന് നിബന്ധന വയ്ക്കുക, സൗജന്യ ഗെയിം ആപ്പ് എന്ന പേരിൽ പരസ്യം ചെയ്യുകയും 7 ദിവസം കഴിഞ്ഞ് പെയ്ഡ് ആക്കുകയും ചെയ്യുക, കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കാണിക്കുക, പണം അടയ്ക്കാറാകുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞ് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നം നിർദ്ദേശിക്കുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചെക്ക്ഔട്ട് പേജിൽ കാണിക്കുന്ന തുകയേക്കാൾ ഉയർന്ന തുക പേയ്മെന്റ് സമയത്ത് ഈടാക്കുക, പോപ്പപ്പ് വിൻഡോകളിൽ ക്ലോസ് ബട്ടണിൽ എക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആകുന്നതിന് പകരം പുതിയ പരസ്യം കാണിക്കുക, ഇ-കൊമേഴ്സ് സൈറ്റുകളിലും ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലും ടിക്കറ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം 2 എണ്ണമേ ബാക്കിയുള്ളൂ, വേഗം ബുക്ക് ചെയ്യൂ എന്ന് വ്യാജ അറിയിപ്പ് നൽകുക, ഒറ്റത്തവണ സേവനത്തിനുള്ള പണം അടയ്ക്കുമ്പോൾ 6 മാസത്തേക്ക് അതിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടി ഉൾപ്പെടുത്തുക. OTT പ്ലാറ്റ്ഫോമുകളിൽ ഓട്ടോ ഡെബിറ്റ് സംവിധാനം എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഡിസേബിൾ ചെയ്യുക. OTT പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ റീചാർജ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ പുതുക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓട്ടോ ഡെബിറ്റ് സംവിധാനം എനേബിൾ ചെയ്തിടേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഡാർക്ക് പാറ്റേൺ തട്ടിപ്പിൽ നിന്ന് നമ്മുടെ പണം സംരക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.